ചുട്ടിപ്പാറ SME കോളേജിലേക്കാണ് KSUവിന്റെ മാർച്ച്. അവിടെ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തള്ളിമാറ്റാൻ ശ്രമിച്ചു. ചില പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിച്ചുകൊണ്ട് കോളേജിനകത്തേക്ക് പോകുന്ന കാഴ്ച കണ്ടു. എന്തായാലും ഇപ്പോഴും അവിടെ പോലീസും പ്രവർത്തകരുമായുള്ള തർക്കം തുടരുകയാണ്. നമ്മൾ നേരത്തെ അറിയാം, നമുക്ക് കഴിഞ്ഞ കുറേ അധികം നാളുകളായി അത്തരത്തിൽ വിദ്യാർത്ഥി യുവജന സമരങ്ങളെ ലാത്തി ഉപയോഗിച്ച് അങ്ങനെ ഭീകരമായി മർദ്ദിക്കുന്ന പരിപാടി പോലീസിന് ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി ഇല്ല. അപ്പോൾ അതിൻ്റെ തുടർച്ചയിൽ പ്രകോപനമൊക്കെ ഉണ്ടായിട്ടും അവിടെ ലാത്തി ചാർജ് എന്നുള്ള പിടിച്ചു മാറ്റുന്നുണ്ട്, ലാത്തി ഓങ്ങുന്നുണ്ട്. അതല്ലാതെ ക്ലാസിക് ലാത്തി ചാർജ് എന്ന രീതിയിലുള്ള ലാത്തി ചാർജ് നമ്മൾ കണ്ടിട്ട് കുറേ അധികം നാളായി, ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ എന്തായാലും ഇക്കുറിയും ആ സംയമനത്തിൽ അല്ലെങ്കിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്ന പ്രവർത്തകരെ പിടിച്ചു മാറ്റുന്നതിനപ്പുറം ലാത്തി ചാർജോ അല്ലെങ്കിൽ കുറച്ചുകൂടിയുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നുമില്ല. ജയശങ്കർ തുടരുന്നു. അവിടെ ജയശങ്കർ, പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടക്കാതെ നിൽക്കുകയാണോ? ഈ KSUവിന്റെ ഈ വിഷയത്തിലെ ആവശ്യം എന്താണ് ജയശങ്കർ? അതായത് ആശ്മി, പ്രവർത്തകർ പിരിഞ്ഞു പോകില്ല എന്ന് ഉറച്ചുകൊണ്ട് ഈ പോലീസ് കെട്ടിയ ബാരിക്കേഡിന് ഇപ്പുറത്താണ് ഭൂരിപക്ഷം പ്രവർത്തകരും ഉള്ളത്. ഈ ബാരിക്കേഡ് ഇങ്ങോട്ട് വന്നിരിക്കുന്നു. KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട്. അത്തരത്തിൽ ബാരിക്കേഡിന് ഇപ്പുറത്ത് ശക്തമായ മുദ്രാവാക്യം വിളിയും പോലീസിന് നേരെ അമ്മുയെ സജീവന്റെ മരണത്തിലാണ് സർവകലാശാല അന്വേഷണ സംഘം മാതാപിതാക്കളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള തീരുമാനമുണ്ടായത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് സംഭവം ഉണ്ടായത്. കോളേജിൽ ഹോസ്റ്റലിൽ ചുട്ടിപ്പാറ SME നഴ്സിംഗ് കോളേജിലെ BSc അവസാന വർഷ വിദ്യാർത്ഥി അമ്മുയെ സജീവൻ ഹോസ്റ്റലിലെ 3ാം നിലയിലേക്ക് താഴേക്ക് വീണ നിലയിൽ കണ്ടെത്തിയത്. കുടുംബത്തിന് ആ വിഷയത്തിൽ പല സംശയങ്ങളുണ്ട്. നേരത്തെ ചില പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാണ് അനുവാദമില്ലാതെ സഹപാഠികൾ അമ്മുവിനെ എപ്പോഴൊക്കെ മർദ്ദിക്കാൻ ശ്രമിച്ചിരുന്നു തുടങ്ങിയ പരാതിയുണ്ട്. അതെല്ലാം മാനസികമായി അമ്മു തകർച്ചയിലായിരുന്നു. നേരത്തെ അച്ഛൻ സജീവൻ കോളേജിൽ നേരിട്ട് പോയി വിഷയത്തിൽ പരാതി നൽകിയിരുന്നു. എന്നാൽ ആ പരാതി കോളേജ് അധികൃതർ അവഗണിച്ചു എന്ന കുടുംബത്തിന് ആരോപണമുണ്ട്. അപ്പോൾ കോളേജിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി എന്നൊക്കെ കുടുംബത്തിന് ആരോപണമുണ്ട്. മാത്രമല്ല ചില വസ്തുതകൾ എന്തെങ്കിലും തരത്തിൽ മറച്ചു വെച്ചിട്ടുണ്ടോ എന്ന സംശയവും കുടുംബത്തിനുണ്ട്. അത് പോലീസ് അന്വേഷിക്കുകയും ചെയ്യും. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് വിദ്യാർത്ഥി സമരം ആ കോളേജിലേക്ക് ഉണ്ടാവുന്നത്. ജയശങ്കർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാത്ത പ്രവർത്തകർ നിൽക്കുകയാണോ? വിദ്യാർത്ഥികളെ ഒഴിപ്പിക്കാൻ പോലീസ് കുറച്ചുകൂടി കടന്ന നടപടികളിലേക്ക് പോകാനിടയുണ്ടോ? ആശ്മി, ഈ ബാരിക്കേഡിന് അപ്പുറത്തുള്ള പ്രവർത്തകരെ കൂടി കയറ്റിവിടണമെന്നൊരു ആവശ്യം കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ പ്രവർത്തകർ പോലീസുമായി ഏറ്റുമുട്ടിയത്. എന്തായാലും സ്ഥലത്തെ DYSP ഉൾപ്പെടെയുള്ള മുതിർന്ന ഉദ്യോഗസ്ഥർ നിലവിൽ എത്തിയിട്ടുണ്ട്. നേരത്തെ പത്തനംതിട്ട CIയുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ പത്തനംതിട്ടയിലെ DYSP കൂടി എത്തിയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെത്തുന്നു. ഇപ്പോൾ പ്രവർത്തകർ എന്തായാലും ബാരിക്കേഡിന് ഇപ്പുറത്തേക്ക് കടന്നു. തങ്ങളുടെ പ്രതിഷേധ മാർച്ച് ബാനർ ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ക്യാമ്പസിലേക്ക് പോകാനുള്ള ഒരു നീക്കത്തിലാണ്. പോലീസ് അതിന് തത്വത്തിൽ അനുമതി നൽകി. കാരണം ഈ ബാരിക്കേഡ് ഉൾപ്പെടെ മറികടന്ന് പ്രവർത്തകർ എത്തിയൊരു സാഹചര്യത്തിൽ പ്രവർത്തകരെ ക്യാമ്പസിലേക്ക് കയറ്റിവിടാൻ തന്നെ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. കൃത്യമായ പോലീസ് സന്നാഹത്തോടു കൂടിയാണ് പ്രവർത്തകരെ ക്യാമ്പസിനുള്ളിലേക്ക് നിലവിൽ പ്രവേശിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസ് കെട്ടിവെച്ച ബാരിക്കേഡ് പ്രവർത്തകർ മറികടക്കുന്നു. പിന്നാലെ പോലീസുമായി സംഘർഷമുണ്ടാകുന്നു. അതിനുശേഷം ഒരു അനുനയ നീക്കം എന്നോണം പോലീസ് പ്രവർത്തകരെ ക്യാമ്പസിൽ കയറാൻ അനുവദിച്ചിരിക്കുന്നു. ക്യാമ്പസിൽ കയറി പ്രിൻസിപ്പാളിന്റെ ഓഫീസിന് മുന്നിൽ ഉൾപ്പെടെ പ്രതിഷേധിക്കുക എന്നാണ് നിലവിൽ ഈ കേസ് പ്രവർത്തകരുടെ ലക്ഷ്യം. അതിനുവേണ്ടി തന്നെയാണ് അവർ ക്യാമ്പസിലേക്ക് വരുന്നത്. നമുക്ക് ദൃശ്യം കാണാം. അത്തരത്തിൽ പോലീസിന്റെ വലയങ്ങൾ ഭേദിച്ചുകൊണ്ട് പ്രവർത്തകർ ക്യാമ്പസിലേക്ക് കയറുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. കാരണം പോലീസ് ആദ്യഘട്ടത്തിൽ ഒരു പ്രതിരോധം തീർത്തെങ്കിലും പിന്നീട് ഇവിടെ മയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. DYSP ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെത്തി CI ഉൾപ്പെടെ അനുവദിച്ചതിനു ശേഷമാണ് ഇങ്ങോട്ട് പ്രവർത്തകരെ കയറ്റിവിടാനുള്ള ഒരു അനുമതി നൽകിയത്. എന്തായാലും വലിയൊരു സംഘർഷത്തിലേക്ക് പോകേണ്ട അവസ്ഥ മാറി. ഇപ്പോൾ നിലവിൽ പ്രവർത്തകർ ക്യാമ്പസിലേക്ക് കയറിയിരിക്കുന്നു. തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവർത്തകർ ക്യാമ്പസിലേക്ക് നിലവിൽ കയറിയിരിക്കുന്നത്. വലിയ പോലീസ് സന്നാഹം സ്ഥലത്തുണ്ട്. മറ്റ് സംഘർഷത്തിലേക്ക് പോകാതിരിക്കാൻ തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ടെത്തിയത്. എന്തായാലും കേസിന്റെ മാർച്ച് കോളേജ് ക്യാമ്പസിന് ഗേറ്റിന് പുറത്തെത്തിയിരിക്കുന്നു. നിരവധി പ്രവർത്തകർ, 50-ലധികം പ്രവർത്തകരെ അണിനിരത്തിക്കൊണ്ടാണ് KSUയുടെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഇനി ഇത് മറ്റേതെങ്കിലും തലത്തിൽ സംഘർഷത്തിലേക്ക് പോകുമോ എന്നാണ് അറിയേണ്ടത്. എന്തായാലും നിലവിൽ പ്രവർത്തകരെ കോളേജ് ഗേറ്റ് വരെ എത്താനുള്ള അനുമതി പോലീസ് നൽകിയിട്ടുണ്ട്. നിലവിൽ ഗേറ്റിന് മുന്നിൽ നിൽക്കുകയാണ്. ഇവിടെയും വലിയ പോലീസ് സന്നാഹം ഉണ്ട്. ആശ്മി, പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുയെ സജീവിന്റെ മരണത്തിലാണ് വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടാകുന്നത്. കോളേജിലേക്കാണ് KSUവിന്റെ മാർച്ച്. പോലീസുമായി ഒരു ഏറ്റുമുട്ടലിന്റെ വക്കോളം എത്തി നിൽക്കുന്നു. ഇപ്പോഴും സംഘർഷത്തിന് അവിടെ ആവില്ല. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ അവിടെ കുത്തിയിരുന്ന KSU സംസ്ഥാന അധ്യക്ഷന്റെ നേതൃത്വത്തിൽ അവിടെ കുത്തിയിരുന്നുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുകയാണ് പോലീസ്. ഈ പത്തനംതിട്ടയിൽ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുയെ സജീവന്റെ മരണത്തിൽ അടിമുടി ദുരൂഹതയാണ്. ഈ പറഞ്ഞ ഏറ്റവും ഒടുവിൽ വരുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ അമ്മുവിനെ ആശുപത്രിയിൽ തന്നെ
അരമണിക്കൂറിലധികം വൈകിയാണെന്ന വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. അടുത്തുള്ള കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാതെ തിരുവനന്തപുരത്തേക്ക് അയച്ചതിലും വീഴ്ചയുണ്ടായി എന്ന് കുടുംബം പറയുന്നു. പ്രാഥമിക ചികിത്സ നൽകുന്നതിൽ താമസം നേരിട്ടു എന്ന് കണ്ടെത്തിയിരിക്കുന്നു. ഇക്കഴിഞ്ഞ 15-ാം തീയതി വൈകിട്ട് 4:30യോടെയാണ് അമ്മു എ സജീവ് എന്ന BSc അവസാന വർഷ വിദ്യാർത്ഥി ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് വീണ നിലയിൽ കണ്ടെത്തിയത്. വീഴ്ചയിൽ ഗുരുതരമായി പരിക്കേറ്റു അമ്മു. അരമണിക്കൂറിലധികം സമയം കഴിഞ്ഞാണ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നൊക്കെയാണ് പരാതി ആരോപണങ്ങൾ. അമ്മു താമസിച്ച ഹോസ്റ്റലിൽ നിന്ന് ജനറൽ ആശുപത്രിയിലേക്കുള്ള ദൂരം 2.6 കിലോമീറ്റർ മാത്രമാണെന്നിരിക്കെ ആ സമയ വ്യത്യാസം ഉണ്ടായത് ഗുരുതരമായ വീഴ്ചയാണ് എന്നുള്ളതാണ് ആരോപണം. എന്താണ് അവിടെ നിന്ന് റഫർ ചെയ്ത് 6:55 പിന്നെയും അമ്മു പത്തനംതിട്ട ജനറൽ ആശുപത്രി 1 മണിക്കൂർ 37 മിനിറ്റോളം അവിടെ കഴിഞ്ഞു തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങൾ. മരണത്തിലും മരണശേഷവും വിദ്യാർത്ഥിനി 4ാം വർഷ നഴ്സിംഗ് വിദ്യാർത്ഥിനി കോളേജിന്റെ അധികാരികളുടെയും സഹപാഠികളുടെയും മാനസികമായ പീഡനങ്ങൾ മൂലം ആത്മഹത്യയിലേക്ക് നയിച്ച ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. ആത്മഹത്യയിലേക്ക് നയിച്ചതാണോ കൊലപാതകമാണോ നടന്നതെന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതിനോ വ്യക്തമായ ഒരു അന്വേഷണം നടത്തുന്നതിനോ ഇതുവരെ ഈ സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര വകുപ്പിനോ അല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ആരോഗ്യ വകുപ്പിനോ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിച്ചിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഞങ്ങളെ തെരഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. നിങ്ങളുടെ കാര്യം മനസ്സിലാക്കണം. ഈ കോളേജിൽ കഴിഞ്ഞ 1 മാസക്കാലത്തിലധികമായിട്ട് മാനസികമായിട്ട് പീഡനം നേരിട്ട ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നില്ല. ആ പെൺകുട്ടി ബിൽഡിങ്ങിന്റെ മുകളിൽ താഴെ വീണതാണോ, തെള്ളിയിട്ടതാണോ, ആത്മഹത്യ ചെയ്താണോ നമുക്കറിയില്ല. ആ ഒരു സാഹചര്യത്തിൽ എത്തിയിട്ട് ആ പെൺകുട്ടി കുടുംബത്തിനടക്കം സംശയങ്ങൾ ഉന്നയിക്കുകയാണ് കേസ്. കുടുംബത്തിനടക്കം സംശയങ്ങളാണ് ഇതൊക്കെ. ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നടക്കം കുടുംബത്തിന് സംശയങ്ങളുണ്ട്. വലിയ രീതിയിൽ മാനസിക പീഡനം അനുഭവിച്ചിരുന്നു അമ്മു എന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട്. അതിന് കാരണങ്ങളുണ്ട്. അതിൽ പിതാവ് നേരത്തെ അവിടെ എത്തുകയും കോളേജിൽ പരാതി അടക്കം കൊടുക്കുകയും ചെയ്തിരുന്നു എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിലൊന്നും സജീവമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ ഹോസ്റ്റൽ അധികൃതർ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി സംഭവിച്ച വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാൽ ഹോസ്റ്റൽ വാർഡൻ സുധ രാവിലെ 24 പറഞ്ഞ പ്രേക്ഷകർ കേട്ടതാണ്. അമ്മ ഒരു തരത്തിലുള്ള മാനസിക പീഡനമോ ഹോസ്റ്റൽ നേരിടുകയോ ഏതെങ്കിലും പ്രശ്നമുള്ള പരാതി ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് ഹോസ്റ്റൽ വാർഡൻ പറയുന്നത്. ഇനി അതടക്കം സത്യമാണോ, ഏതെങ്കിലും വസ്തുതകൾ മറച്ചു വെക്കുന്നുണ്ടോ ഹോസ്റ്റലും കോളേജും എന്നൊക്കെയുള്ള വിവരങ്ങൾ അന്വേഷിക്കുന്നുണ്ട് പോലീസ്. ഇപ്പോൾ അമ്മുവിൻ്റെ നീതി ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ വിദ്യാർത്ഥി സമരങ്ങളുടെ പ്രതിഷേധം തുടരുന്നു. എന്തായാലും ഈ കുടുംബം ഉന്നയിക്കുന്ന ആരോപണം അതീവ ഗുരുതരമായ ആരോപണമാണെന്ന കാര്യത്തിൽ തർക്കവുമില്ല. അത് പരിഹരിക്കപ്പെടണം. ആ കുടുംബം ഉന്നയിക്കുന്ന അവരുടെ മകൾക്ക് സംഭവിച്ച ദുരനുഭവത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ മകൾക്ക് സംഭവിച്ച മരണത്തിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ കുടുംബത്തിൻ്റെ പരിശോധന അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ സംശയങ്ങൾ ദൂരീകരിച്ചേ മതിയാവുകയുള്ളൂ. അതിന് പ്രതിഷേധ വഴിയാണെങ്കിൽ അങ്ങനെ പ്രതിഷേധ വഴികൾ തുടരട്ടെ എന്നുള്ളതാണ് ആവശ്യത്തിൽ പറയാനുള്ളത്. ഈ പറയുന്ന കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ അമ്മൂനെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ വൈകിയത് അടുത്തുള്ള മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യാതെ തിരുവനന്തപുരത്തേക്ക് അയച്ചതിൽ ഈ പത്തനംതിട്ടയിൽ 1 മണിക്കൂർ സമയത്തിലധികം എന്താണ് അവിടെ കഴിയേണ്ടി വന്നതിൽ വല്ലാത്ത വൈകലിൽ ഒക്കെ ദുരൂഹതകൾ ആരോപിക്കുകയാണ് കുടുംബം. അപ്പോൾ അതിൽ പരിഹാരം തേടിയാണ് അല്ലെങ്കിൽ ഈ സംശയങ്ങൾ ദൂരീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു കൂടിയാണ് KSUവിൻ്റെ പ്രതിഷേധം. നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിൻ്റെ മരണത്തിൽ കുടുംബത്തിന് ആരോപണം തള്ളുകയാണ് ഹോസ്റ്റൽ അധികൃതർ. ഹോസ്റ്റലിൽ ഒരു തരത്തിലുള്ള വീഴ്ചയും സംഭവിച്ചിട്ടില്ല എന്ന് ഹോസ്റ്റൽ വാർഡൻ സുധ പറയുന്നു. ഏത് അന്വേഷണവും നേരിടാൻ തയ്യാറാണെന്നും സുധ 24 പറഞ്ഞു.